പക്ഷെ വലിയ സന്തോഷം വന്നു. അതെ, നല്ല സന്തോഷം. അന്ന് ശ്വേത എൻ്റെ മുമ്പിൽ വന്നിട്ട് കുറെ കരച്ചിലൊക്കെ കരഞ്ഞു. ഇന്നും ചിലപ്പോൾ കരയാൻ സാധ്യത കൂടുതൽ. വകുപ്പുണ്ടോ? വകുപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. When you are there in front, any surprises are welcome. ഇത് എനിക്ക് ഡെറഗേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ കോംപ്ലിമെന്ററി ആണോ? കോംപ്ലിമെന്ററി ആണല്ലോ. ശ്വേതയുടെ ഒരു എന്താ പറയുക മൾട്ടി ഫാസിറ്റഡ് പേഴ്സണാലിറ്റി ഞാനിപ്പോൾ പോക്കട്ടെ. പൊങ്ങിക്കോ. ഒരു മോഡൽ, നർത്തകി, അവതാരക, അഭിനേത്രി, അങ്ങനെ പല രംഗങ്ങളിലും ശ്വേത കൈവച്ചിട്ടുണ്ട്. ശ്വേതയ്ക്ക് ഏറ്റവും വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഏത് മേഖലയാണ്? ക്വിക്കായിട്ട് പറ, ഏതാകാനായിരുന്നു ഇഷ്ടം ആക്ച്വലി? To be a good Shweta Menon. ഓ, ശ്രീവത്സന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ പറയണേ? അതെ. അതിനുവേണ്ടി കോറിയോഗ്രാഫി ചെയ്ത വാക്കുകളാണ്. പക്ഷേ ശ്വേതയെക്കുറിച്ച് സാധാരണ മലയാളി പ്രേക്ഷകർ ചിന്തിക്കുമ്പോൾ ശ്വേതയുടെ ഒരു ധൈര്യമാണ്. ശ്വേത സാധാരണ ഒരു മലയാളി പെണ്ണിനെ പോലെയല്ല. കുറച്ച് മലയാളത്തോട് പെൺകുട്ടികൾക്ക് ധൈര്യമില്ലേ? ധൈര്യമുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും ഒന്ന് പതറും, ചെറുതായിട്ടൊന്ന് കുതറും. ആ ബോൾഡ്നെസ് എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു മടിയുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ മനസ്സിലുള്ള സാധനങ്ങൾ അല്ലാതെ കാര്യങ്ങൾ ഞാൻ അപ്പോൾ പറയുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ബോൾഡ്നെസ് ആയ ആൾക്കാർക്ക് തോന്നും. പക്ഷേ ബോൾഡ്നെസ് അല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് വേറെ എന്താ പറയുക പതിഞ്ഞ് അല്ലാതെ അങ്ങനെ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് മേ ബി കുറച്ചുകൂടി. അതായത് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ശ്വേത അങ്ങോട്ട് വെട്ടി തുറന്ന് പറയും. അല്ലാതെ അതൊരു ബോൾഡ്നെസ് ഒന്നും അല്ല. അല്ല, അത്രേ ഉള്ളൂ. പക്ഷേ ചിലർ ചിന്തിക്കുന്നത് ശ്വേത ഭയങ്കര ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാണെന്ന്. അത് ചിലപ്പോൾ കുറച്ച് ഹൈറ്റ് എല്ലാം കണ്ടുകൊണ്ട്. ഹൈറ്റ് കണ്ടോണ്ട്. പക്ഷെ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരാൾ ശ്വേതയെക്കുറിച്ച് അത് സംബന്ധിച്ചൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണേൽ ക്വിക്കായിട്ട് വേണം നോക്കാം. ശ്വേതയ്ക്ക് ഇഷ്ടപ്പെടുന്നൊരു കമൻറ്റാണ്. കം ക്വിക്ക്ലി. Hi Shweta, welcome to JB Junction. ഞാൻ അങ്ങനെ കുറേ ആൾക്കാരെ ഒന്നും അഡ്മയർ ചെയ്യുന്നൊരു കൂട്ടത്തിലല്ല. പക്ഷെ കുറച്ച് ബോൾഡായ നിൽക്കുന്ന സ്ത്രീകളെ വളരെയധികം ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ള ജീവിതം അവർക്ക് ഏത് രീതിയിൽ ജീവിക്കണം അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ, സ്ത്രീ ആയാലും പുരുഷന്മാരെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ശ്വേതനെ ഇഷ്ടപ്പെടാൻ ഒരു മെയിൻ കാരണം ഐ തിങ്ക് ഇസ് ഡെഫിനറ്റ്ലി ദ വേ യു ലിവ് യുവർ ലൈഫ്. സ്വന്തം പ്രിൻസിപ്പിൾസ് പ്രകാരം ബാക്കി ആരെന്ത് പറഞ്ഞാലും യു നോ യുവർ റൈറ്റ് ആൻഡ് റോങ്, അത് പ്രകാരം ജീവിക്കുന്ന ഒരാൾ. വേറെ ഇഷ്ടപ്പെടാൻ കൂടുതലൊരു റീസൺ കൂടിയുണ്ട്. ഐ തിങ്ക് ശ്വേതയുടെയും എൻ്റെയും കുറേ ക്യാരക്ടേഴ്സ് സിമിലർ ആണ് എന്ന് എനിക്കറിയാം. ഐവ് സീൻ ബോത്ത് ഓഫ് അസ്. രണ്ടുപേരും ജനിച്ചത് ഒരേ ദിവസമാണ്, April 23rd ആണ്. വർഷങ്ങൾ മാത്രമേ ഇത്തിരി ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. കുറേ സിമിലാരിറ്റീസും ഞങ്ങൾ തമ്മിലുണ്ട്. കണ്ടത് എന്തും വെട്ടി തുറന്ന് പറയും. ശ്വേതയ്ക്ക് ശ്വേതയുടെ കംഫർട്ട് സോൺ എന്താണെന്ന് അറിയാം. അതിൻ്റെ ഉള്ളിലേക്ക് ആരെങ്കിലും കയറി വന്ന് ശ്വേതനെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയാൽ ഷീൽ ടെൽ ദം ഓൺ ദെയർ ഫേസ്. ഐ തിങ്ക് അതാണ് എനിക്ക് ശ്വേതനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. ആൻഡ് കീപ് സ്റ്റേയിങ് ദാറ്റ് വേ. ഐ നോ യു വിൽ നെവർ ചേഞ്ച്. കണ്ടിന്യൂ ടു ബി ദ ഇൻസ്പിറേഷൻ. ഏപ്രിൽ 1 എന്നാ ജനിച്ചത്? April 23rd. ഞാൻ വിചാരിച്ചു 1-ാം തീയതിയാണ്. ഇല്ല, we want to be making fool of others. പക്ഷേ ശ്വേത ഈ ജീവിതം ശ്വേത ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ആഗ്രഹിക്കുന്ന രീതിയിലാണ് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നതൊക്കെയാണ് രഞ്ജിനി പറയാൻ ശ്രമിച്ചത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ബേസിക്കലി എന്താ പറയാ, ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഞാനൊരു സ്ത്രീ മനുഷ്യനാണ്. ഹ്യൂമൻ ബീങ്. ഡോണ്ട് കറക്റ്റ് മൈ മലയാളം, ഐ കിൽ യു ജോൺ. പക്ഷേ ബേസിക്കലി എന്താ പറയുക എനിക്ക് വേറെ ഒരു മീൻസ് എന്താ പറയുക, ഇഫ് ഐ ഡു എനി മിസ്റ്റേക്ക് അതിന് ഞാൻ തുറന്ന് പറയുന്ന ഒരാളാണ്. ദാറ്റ് ഓക്കെ, ഐ ഹാവ് ഡൺ മിസ്റ്റേക്ക്. പിന്നെ എന്താ പറയുക, വാട്ട് ഐ ഫീൽ ഇസ് റൈറ്റ് ഫോർ മീ. ഒരുപക്ഷെ ശ്വേതയുടെ മുംബൈയിലെ ജീവിതമായിരിക്കും ശ്വേതയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറഞ്ഞ. അല്ല, ഞാൻ ജനിച്ചും വളർന്ന എല്ലാം എയർഫോഴ്സ് ബാക്ക്ഗ്രൗണ്ടിലാണ്. എൻ്റെ അച്ഛൻ എയർഫോഴ്സിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചും വളർന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ബേസിക്കലി ആ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ ജനിച്ചതും വളർന്നതായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ആവും. ഒരു പ്രൊഫഷണലാണ് ശ്വേത. ആണ് തറല്ലി. ഈ ധൈര്യമൊക്കെ പ്രൊഫഷണൽസിൻ്റെ ഭാഗമാണ്. പക്ഷെ ശ്വേത വിചാരിക്കുന്ന പോലെ ശ്വേതയ്ക്ക് ഒരു ധൈര്യം ഇല്ലെന്ന് ആൾക്കാർ പറയുന്നു. ഇല്ലാന്നോ? അത് എന്നെ അറിയുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ. എൻ്റെ തനി ഈ പറഞ്ഞ ഈ ധൈര്യം ഒക്കെ വെറും തട്ടിപ്പാണ്.
വെറും ജാടയാണ്, പുറമോടിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഹൈറ്റ് ആണ്. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ ഹൈറ്റ്, എൻ്റെ ഈ ബ്രോഡ് ഷോൾഡേഴ്സ്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ദ പീപ്പിൾ ഹു നോ മീ ദേ നോ ദാറ്റ് ഐ ആം എ പാവം. പാവല്ല, വെറും നോക്ക്. ഞാനും ശ്വേതയും എനിക്ക് തോന്നിയിട്ടുള്ള സെയിം ക്യാരക്ടേഴ്സാണ് ഞാൻ പറയുന്നത്. കാരണം പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ വിൽ ബി വെരി ബോൾഡ്, പക്ഷേ അകത്ത് ശ്വേത ഇസ് വെരി സോഫ്റ്റ്. പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് ശ്വേത. ശ്വേത കണ്ട രഞ്ജിനി ഹരിദാസ് പറയണു ശ്വേത ഭയങ്കര ധൈര്യമുള്ള പെണ്ണാണ്. ഭയങ്കര വേഗം ഇമോഷണൽ ആവും. സോ യുനോ ഭയങ്കര നല്ല സർപ്രൈസസ്, ബട്ട് ഐ മൈറ്റ് എൻഡ് അപ്പ് ക്രൈങ്. സോ സോറി. ഇപ്പൊ തന്നെ കണ്ണിൽ വെള്ളം വരുന്നു. ഭയങ്കര ഒരു ഷോക്കിംഗ് ഗുഡ്. കണ്ടോ ശ്വേതനെ എത്ര ആൾക്കാരാണ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നോക്ക്, ഒരാള് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പറയുന്നു ശ്വേത ഭയങ്കര ധൈര്യശാലിയാണ്. അത് പറഞ്ഞ് തീർന്നില്ല, അതിന് മുമ്പ് പറയാം ശ്വേത ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഈ ധൈര്യമൊക്കെ വെറും പുറംപൂച്ചാണ്. യഥാർത്ഥത്തിൽ ശ്വേത ഈ പറഞ്ഞ ഒന്ന് തൊട്ടാൽ തീരുന്നതാണ്. ഇതിലേതാ ശരി ശ്വേത? രണ്ടും ഒരു മിക്സ്ഡ് ആണ്. അതെ, ഒരു അവിയലാണ്. ശ്വേത ഇനി ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ചേണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ശ്വേത ഇപ്പോൾ സിനിമയിൽ ഉറപ്പിച്ചു, പക്ഷെ എങ്കിൽ പോലും ശ്വേതയുടെ മേഖല ഏതാണെന്ന് ശ്വേത ഇപ്പോഴും അങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല. യു നോട്ട് ഷുവർ വാട്ട് യു ഷുഡ് ബി. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ട്രാജക്ടറി എന്താണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാതെ ശ്വേത ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതെയോ ശ്വേത ഉറപ്പിച്ചോ ഇതാണ് എൻ്റെ? അല്ല, ഒരു കൺഫ്യൂഷൻ സോണിലാണ്. എനിക്കിപ്പോഴും അറിയില്ല, ലൈക്ക് സ്പെഷ്യലി ഇപ്പോൾ ലാംഗ്വേജ്. ഇപ്പോൾ ഞാൻ മലയാളം പടങ്ങൾ ചെയ്യാണ്, എനിക്കിപ്പോഴും അറിയില്ല ഞാൻ മലയാളം പടങ്ങൾ ചെയ്യണോ, കൂടെ അതിൻ്റെ കൂടെ വേറെ ലാംഗ്വേജ് ചെയ്യണോ, അല്ലാതെ ഇൻ്റർനാഷണലി നോക്കണോ. ബിക്കോസ് ഓഫേഴ്സ് ഉണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ട? ഒരേ സമയത്ത് എന്താ പറയുക, മെനി എഗ്സ് ഐ കനോട്ട് ഹാൻഡിൽ ഇറ്റ്. മേ ബി ഐ ക്യാൻ ഹാൻഡിൽ മാക്സിമം 1 or 2 eggs കൈൻഡ് ഓഫ് ഫീൽഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സോണിലാണ്. ഒരു പക്ഷേ വിവിധ മേഖലയിൽ ശ്വേതയ്ക്കൊരു എബിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ ശ്വേത ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്നു. പറയാൻ പറ്റില്ല. കോംപ്ലിമെന്റ് ആട്ടോ. Okay, thank you. I don't know when you give me compliment. പൊക്കിട്ട് ഇടാൻ വേണ്ടിയാണെന്ന് സംശയമുണ്ട്. ശ്വേത 23 വർഷമായി മലയാളത്തിൽ. വയസ്സ് കണക്ക് കൂട്ടരുത്. ഇതൊക്കെ ശ്രീവത്സനോട് ശരിക്കും ഉള്ള വയസ്സ് പറഞ്ഞിരുന്നു. അനശ്വരം നമ്മുടെ മമ്മൂക്കയുടെ ഒപ്പമായിരുന്നു തുടങ്ങിയത് ആ ഇന്നിങ്സ്. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വേണം 23 വർഷത്തിൻ്റെ മെമ്മറിയിലേക്ക് വേണം ഞാൻ ശ്വേതയെ വേണം നയിക്കാം.